ഈ പറഞ്ഞ എന്താ പറയാ മാധ്യമങ്ങളും ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇരയ്ക്കൊപ്പല്ലേ നിൽക്കുക. ഇവിടെ ഇര എന്ന് പറഞ്ഞ ആരാണ്? ആ ഒരു പരാതിക്കാരി ഉണ്ട് അതിൽ. അവൾ പറയുന്നത് എന്താണ്? എന്നെ ഇവിടെ നിന്ന് അവരെ ബലം പ്രയോഗിച്ച് അവരുടെ അനുവാദമില്ലാതെ അവരെ കൊണ്ടുപോകാൻ നോക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ അനുവാദമില്ലാതെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും പോലീസ് അതാണ് കള്ളമൊഴി. അതാണ് ഛത്തീസ്ഗഡിലാണെങ്കിലും കള്ളമൊഴി. അതായത് അവരാദ്യം പറഞ്ഞത്, താങ്കൾക്കറിയും. ഈ പെൺകുട്ടികൾ ആദ്യം പറഞ്ഞത് അവരുടെ ഇഷ്ടപ്രകാരമാണ്, അവർ ക്രിസ്തീയ സമുദായത്തിൽ പിറന്നവരാണ്, ഇതടക്കമുള്ള കാര്യങ്ങളാണ് അവർ വിശദീകരിച്ചത്, അവരെ സഹായിക്കാനാണെന്നുള്ളതാണ്. പിന്നീട് ഈ 3 പെൺകുട്ടികളെ മാറ്റി നിർത്തി പോലീസിൻ്റെ ഒപ്പം സർക്കാരിൻ്റെ, ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അവിടെ കാര്യങ്ങൾ നയിച്ചത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കോടതിക്ക് മുമ്പിൽ നടന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ വന്ന് സിന്ദാബാദ് വിളിക്കുകയാണ്. ജാമ്യം കൊടുക്കാൻ അനുവദിക്കില്ല, കൊടുത്ത് പുറത്തിറങ്ങിയാൽ പ്രശ്നമുണ്ടാക്കുമെന്ന് നീതിന്യായ വ്യവസ്ഥയെ പരസ്യമായി കോടതി വളപ്പിൽ വെല്ലുവിളിക്കുകയാണ്. ഈ വിഷയത്തിൽ കുട്ടികളുടെ മതം ഏതായിരുന്നു താങ്കൾക്ക് എങ്ങനെ അറിഞ്ഞത്? എനിക്കറിയില്ല. ഞാൻ അവിടെ അവരുടെ ആദ്യഘട്ടത്തിലെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ ആദ്യഘട്ടത്തിലെ മൊഴികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെ പ്രത്യേകം ഐസൊലേറ്റ് ചെയ്ത് അവരെ നിർത്തിയത് എന്തിനാണ് അവരെ അങ്ങനെ പ്രത്യേകം ഐസൊലേറ്റ് ചെയ്ത് നിർത്തിയത്? അവരുടെ മൊഴിയുടെ മീൻസ് ഏതെങ്കിലും ഒരു ഭാഗം എവിടെയെങ്കിലും ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയാമോ അവരുടെ മതം ഏതായിരുന്നു എന്ന്? ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ മിഥുൻ, താങ്കൾ വൺ സൈഡായി മാത്രം പരിശോധിച്ചതുകൊണ്ടാണ്. അവർ കൃത്യമായി പറഞ്ഞു അവർ ക്രൈസ്തവ വിശ്വാസികളാണ്. അവർ ആദ്യം പറയുന്ന വാക്കുകൾ അടക്കമുള്ളവ ആദ്യം നൽകപ്പെട്ടിരുന്നു. മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഘട്ടത്തിൽ. വിജയകുമാർ, അജിംഷാദ്, മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഈ പറയുന്ന കുട്ടികളെ ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അതിലൊരു കുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ താല്പര്യപ്രകാരമല്ല അവരെ കൊണ്ടുപോകുന്നത്. അതാണ് മാധ്യമങ്ങൾ. അത് BJP അനുകൂല മാധ്യമങ്ങൾ പറഞ്ഞതായിരിക്കും. പക്ഷെ മുഖ്യധാരയിലെ മുഴുവൻ മാധ്യമങ്ങളും പറഞ്ഞതും ഇതൊക്കെ ലൈവായി നമ്മൾ കണ്ടതുമാണ്.